അപ്പോൾ അതാ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനപ്പുറത്താണെന്ന് ഞാനിതാ മഞ്ചേരിക്കൊന്ന് പോവുകയാണ് കേട്ടോ. ഒന്ന് ഡോക്ടറെ കാണിക്കാനുണ്ട്, പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഒരാളിവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഉമ്മച്ചി പോവുകയാണെങ്കിൽ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞ് ഐറൂസും മോളും എന്താ അവിടെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ തൊണ്ടവേദന കഫക്കെട്ട് ഈ സംഗതി ഒരു 1.5 മാസമായിട്ട് ഇങ്ങനെ എന്നെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചാൽ ഞാൻ മഞ്ചേരിയാണ് ഇങ്ങനെ കാണിക്കാറുള്ളത്, അപ്പോൾ ഒന്ന് കാണിക്കാം എന്നുള്ളൊരു രീതിയിൽ പോവാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു വേഗം പോയി കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ വെള്ളപ്പും മമ്പയറുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് മമ്പയറുകറി വലിയ താല്പര്യമില്ല. പിന്നീട് പറഞ്ഞാൽ ലേശം മീൻകറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഉച്ചക്കത്തേക്ക് ചോറൊന്നും വെക്കണ്ട, ദോശ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെ മതി, അതിലേക്ക് കുറച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ച് വേഗം ഒരുങ്ങി പുറപ്പെട്ട് ഞങ്ങൾ ഐറൂസിനാണെങ്കിൽ എങ്ങനെയെങ്കിൽ പോവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഇവിടെ ആയതുകൊണ്ടാണ് ഉടുക്ക് പോവാതെ നിൽക്കുന്നത്. ഓൻ്റെ അപ്പച്ചിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ എന്നും എവിടേക്കെങ്കിലും ഒന്നൊരു കറക്ക അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഓനിങ്ങനെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉടുക്കും പോവാതെ. അപ്പോൾ ഇന്ന് പോകാനൊക്കെ ഇറങ്ങി മുടിയൊക്കെ വേർന്നെടുത്ത് സുന്ദരനാക്കിയപ്പോൾ ഓന് എന്നൊരു സന്തോഷം കേട്ടോ. ഓട്ടോറിക്ഷയിൽ ഇരുന്നപ്പോൾ ഓന് നടുവിൽ ഒറ്റയ്ക്കൊരു സീറ്റിലിരിക്കണം, ഞാനും മോളും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതാ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ വരുന്നത് ഉമ്മാക്കൊന്നും അറിയില്ല കേട്ടോ. കാരണം പെട്ടെന്നുണ്ടായ തീരുമാനമല്ലേ. ഇപ്പോൾ സമയം ഒരു 11-12 മണിയൊക്കെ ആയിട്ടുണ്ട്. നേരെ വീട്ടിൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ മലബാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഡോക്ടറെ കാണിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി. ഇമ്മ പിന്നെ ആ പല്ല് പറിച്ച സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, വേറെ പരിപാടികളൊന്നും ഇല്ല എന്നാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാണ്ടെങ്കിൽ ഉമ്മ പറയും, വിളിക്കുമ്പോൾ പറയുക എന്തേ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ മലബാർ ഹോസ്പിറ്റലിൽ എത്തി, കാണിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒരു കോഫിയൊക്കെ കുടിച്ചു. ഐറൂസിനെ അവിടെ എത്തിയിട്ട് ഞാനൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുടിച്ചപ്പം ഞങ്ങൾ അവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് ഇലയുടെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇലയുടെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് പല്ല് ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അത് പിന്നെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ സമയം ഒരു 2-2:30 ആയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ 11:45 അരീക്കോടുന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ 2 മണിക്ക് ആയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ടോൺസിൻ്റെ പ്രശ്നം തന്നെയാണ്, തണുപ്പൊന്നും തട്ടാൻ പറ്റില്ല, തണുപ്പ് കഴിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ തണുത്തതൊക്കെ കഴിക്കും, അതുകൊണ്ടുള്ള പ്രശ്നമാണ്, മാറിക്കോളൂ റെഡി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ പിന്നെ അവിടെ എത്തി. എല്ലാവരും ഇവിടെ ഉറങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ. നിലൂനി കൊണ്ട് ഞാൻ മോൾക്ക് ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ റൂമിൽ ഉറങ്ങുന്നുണ്ട്. ഇമ്മ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കാരണം മക്ക് ഈ പല്ല് പറിച്ചു കൊടുത്തുനിന്ന് വേദന ഇല്ലാതെക്കാനും മുറി ഉണങ്ങാനൊക്കെ ആയിട്ട് ഒരു ഓൽമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് തേച്ചിട്ടുണ്ട്. അധികം സംസാരിക്കാൻ വയ്യട്ടത്, ഓൽമെൻ്റ് തേച്ചിട്ട് ഇങ്ങനെ എന്തോ പോലെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതും ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോവുകയാണ്. കാരണം ഒന്നാമത് ഇതുമൂന്ന് സ്കൂളിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണം, രണ്ടാമത് പോലും ഉറങ്ങിക്കൊണ്ട് പോലും പിത്തനാക്കണ്ടല്ലോ. പക്ഷേ മഞ്ചേരി എത്തിയിട്ട് ഇവിടെ വരാതെ പോകുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പോകാമെന്ന് വിചാരിച്ച് വന്നാൽ ഞങ്ങൾ പോകുന്ന ഓട്ടോയിൽ തന്നെ പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഓട്ടോറിക്ഷക്കാരൻ ഭയങ്കര ജാട. അയാളോട് പറഞ്ഞു വെറുതെ 10 മിനിറ്റ് ഒന്ന് ഇവിടെ നിന്നിട്ട് ഞങ്ങളൊന്ന് കൊണ്ടാക്കി അവിടെ പോവാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വെയിറ്റിംഗ് പറ്റില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ അയാളെ വേഗം പിന്നെ മലബാർ ഹോസ്പിറ്റലിൽ പിടിച്ച ഓട്ടോറിക്ഷയായിരുന്നു. അപ്പോൾ അയാൾക്ക് അവിടെ നിന്ന് തന്നെ പൈസ കൊടുത്തു. പിന്നെ മൂപ്പര് വേഗം അവിടെ നിന്ന് പിരിച്ചു വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ പുതിയ വേറൊരു ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞാൽ നമ്മളെ പരിചയത്തിലുള്ള ഒരു ഓട്ടോക്ക് വേണ്ടിയിട്ട് ഉമ്മാനോട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ വിളിച്ചിട്ടുണ്ട്. അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തുത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വിളിക്കുന്നൊരു ടൈമാണല്ലോ 2-2:30. ഈ കവറിലുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഇലയുടെയാണ് കേട്ടോ. 10 വാങ്ങിയിട്ടുണ്ടായിരുന്നു, 10 ഇലയുടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 5 അത് അവിടെ വെച്ച് വീട്ടിൽ വെച്ചു. ഉമ്മാക്കും എല്ലാവർക്കും ഓരോന്ന് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഉമ്മാക്ക് തന്നെയാണ് കാര്യമായിട്ട് ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പം അത് ഇവിടെ വെച്ചു. 5 ഞാൻ അരികുടുക്കും ഉണ്ടാവും. അവിടെ നീയും ഒന്ന് വരും, പിന്നെ ഇതും ഉണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ഞങ്ങൾ 5 കഴിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ 10 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കുള്ളത് ഇവിടെ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് ഞങ്ങൾ കാത്ത് കേട്ടോ. ആ സമയത്താണ് ഐറൂസ് TV ഇട്ടിട്ട് ഒറ്റയ്ക്ക് തന്നെ റിമോട്ട് നെക്കിയിട്ട് ഇട്ടപ്പം എന്തോ നെങ്ങിയിട്ട് ഫോൺ TV ആകെ സ്റ്റെക്കായി. അപ്പോൾ ആകെ കരകരായി. അപ്പോഴാണ് ഞാനങ്ങനെ ഇവിടെ എന്താ ഇപ്പോൾ ഇവിടെ സൗണ്ട്, ഓൾ ഉറങ്ങാൻ പോയതായിരുന്നു. ഉറങ്ങാൻ പറഞ്ഞാൽ നിലൂനെ ഉറക്കിയിട്ട് ഒക്കെ അവിടെ ചിന്ന പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഞങ്ങളെ സൗണ്ട് ഇട്ടുകൊണ്ട് ഓൾ ഇറങ്ങി വരട്ടെ. അപ്പോഴാണ് ഇവിടെ TV ആകെ പിന്നെ കിടന്ന് കിടക്കുന്നത്. അപ്പോൾ ഓളോടൊന്ന് റെഡിയാക്കും. അമ്മക്ക് എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് അത് റെഡിയാക്കിയിട്ട് പിന്നെ നീലും അവിടെ ഒറ്റക്കല്ല. അപ്പോൾ ഓണരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ണ് തുറന്ന ഓളില്ല. ഞാൻ പിന്നെ
മോൻ കരയെന്ന് പറഞ്ഞിട്ട് മോൾ അപ്പം തന്നെ ഞങ്ങൾ പോവാണ് മോൾക്ക് തന്നെ പോയി. കാരണം ഞങ്ങൾ ഇപ്പം തന്നെ പോകുമെന്നും പറഞ്ഞോളൂ കേട്ടോ. ആ സമയത്താണ് എൻ്റെ തുത്ത് വിളിച്ചത്. തുത്ത് വീഡിയോ കോൾ ചെയ്യുന്ന സമയം ഈ ഒരു 2-2:30 അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് നോക്കും അറിയില്ല. അങ്ങനെ വീഡിയോ കോൾ ചെയ്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടപ്പോൾ പിന്നെ ഉമ്മാനോട് കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ഓട്ടോറിക്ഷ വന്നത് കേട്ടോ. ഓട്ടോ വന്നപ്പോൾ പിന്നെ വീഡിയോ കോളൊന്നും കട്ട് ചെയ്തില്ല. ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ഇതാ അരി കൊടുത്തോളൂ. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ വെക്കും ഫോണ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലായിരുന്നു. എന്നോട് ഫോൺ കട്ട് ചെയ്ത ശേഷം ബസ്സൊക്കെ കയറി ഇതാ ഞങ്ങൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതും വന്നിട്ടുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ കാണണ്ടേ, എന്തൊരു ദേഷ്യം എന്ന് പറയും. ഉള്ളോട് പറയാതെ പോയതിൻ്റെ ഒരു ദേഷ്യവും വാശിയൊക്കെ നോക്ക്. പക്ഷേ ഓക്കെ ഞങ്ങൾ അങ്ങടിയിൽ നിന്ന് ഓരോ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൂസിന് വാങ്ങിയ ജ്യൂസാണ് അത് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമൂന്ന് വാങ്ങി പിന്നെ ഇലയുടെയും ഇതൊക്കെ വാങ്ങിയ ജ്യൂസും ഇലയുടെ കൂക്ക് കൊടുത്തോളവിടെ കഴിച്ചിരിപ്പുണ്ട്. സത്യം പറയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും വെയിലും കാര്യമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ചത്ത് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും മോളും ഒക്കെ നല്ല ടയേർഡായി. അതിന് വെയിലാണ് അല്ലേ. എന്തായാലും ഐറൂസ് ഇന്ന് ശരിക്കൊരു ഫുഡ് കഴിക്കാത്തത് കൊണ്ട് മോള് അവിടെ പഴം വാട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിങ്ങനെ പഴം നെയ്യിൽ വാട്ടി കൊടുത്താൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൈ കൊടുത്താൽ കഴിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാം തൽക്കാലം. പിന്നെ രാത്രി കഞ്ഞി എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കഞ്ഞി മതി, ഇന്ന് രാത്രി കഞ്ഞി മതി. എന്താ പറയുക, ഇന്ന് ഉച്ചക്ക് അപ്പം നിൽക്കുകയാണ്, രാവിലെ അപ്പം നിൽക്കുകയാണ്. അപ്പോൾ രാത്രി എന്നാൽ കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കിയാലാണ്. അപ്പോൾ ഐറൂസിനും എൻ്റെ ഹസ്ബൻഡിനും രണ്ടാൾക്കും കഞ്ഞി വെക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ ഇതും അവിടെ രാവിലത്തെ ദോശയും അമ്പേർക്കറിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ നിന്നാണ് ഉച്ചക്ക് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച മീൻകറിയാണ്. എൻ്റെ ഹസ്ബൻഡ് മാത്രം കഴിച്ചതുകൊണ്ട് ബാക്കി കറി മുഴുവൻ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നേരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നമുക്ക് നാളത്തേക്കുള്ള കറിയായി. നാളെ രാവിലെ നമുക്ക് അതിലേക്ക് പുട്ടോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് കറി ഇനി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇവിടെ ഐറൂസ് വാതിൽ അടിച്ചും തുറന്നു വാതിൽമേൽ അങ്ങനെ കളിയാണ്. മോളിത് അവിടെ പഴം വാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊന്ന് കിടന്ന് ഉറങ്ങും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷെ മക്കളെയൊക്കെ എല്ലാവരും കൂടി ഒരു സൈഡിലാക്കാതെ നമുക്ക് കിടക്കാൻ പറ്റുമോ? അപ്പോഴാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് ഇന്ന് വരുന്നുണ്ട് എന്നും പറഞ്ഞത് കേട്ടോ. ആ സമയത്താണ് ഒരു 7:30 ഒക്കെ ടൈമിലാണ് നീനുട്ടി വന്ന്. ഓളാണെങ്കിൽ അതിലേറെ ടയേർഡ്. കാരണം ഇന്നലെ ഒക്കെ ഡ്യൂട്ടി 2 മണി തൊട്ട് 11 മണി വരെയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാനുള്ളതുകൊണ്ട് രാവിലെ 7 മണിക്കൂടെ. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് കൂടി ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ കിടന്നപ്പോൾ 1 മണി ആയിട്ടുണ്ട്. കാരണം 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാലും മേലേലും കുളി നേരെയൊക്കെ കഴിഞ്ഞ് കിടക്കണമെങ്കിൽ 1 മണിയാവും. പിന്നെ രാവിലെ നമുക്ക് 5 മണിക്ക് എണീക്ക് പോകണം. അങ്ങനെ ഓളും മൊത്തത്തിൽ ടയർഡായിട്ടുണ്ട്. ഓളും ഇവിടെ എത്താൻ നിൽക്കുകയാണ്, ബെഡിലേക്ക് ഒന്ന് വീഴാനായിട്ട് കേട്ടോ. അപ്പം അതവളെ നമ്മളെ ഈ ഹോമിയോൻ്റെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ മുഖക്കുരുവിന് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ നല്ല രീതിയിൽ മുഖക്കുരുവിന് മാറ്റമുണ്ട്. ഹോമിയോ മരുന്ന് കുടിച്ചതിന് കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് താഴെ കഞ്ഞിയും മീൻകറിയത്തെ മീനും കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ മൂപ്പര്. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച പാടേ ഒക്കെ വയറിന് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ചായ മാത്രം മതി, എനിക്കൊന്നും വേണ്ട എന്നുള്ളത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിച്ചണിക്ക് പിന്നെ കാര്യമായിട്ട് പോവാഞ്ഞത്. ടോക്കൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഓക്കാണ് എന്തെങ്കിലും ഒരു ഫുഡ് നല്ല രീതിയിൽ വേണ്ടി വരും. അപ്പോൾ ഉണ്ടാക്കൽ നിർബന്ധമാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഐറൂസിന് പഴം കൊടുക്കലും ടാബ് കാണലും കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീനിതാ കിടക്കാനുള്ള എല്ലാ പുറപ്പാടും തുടങ്ങിയിട്ടുണ്ട്. ഓൾ ഇനി ഇപ്പം ഇങ്ങോട്ട് കിടന്ന രാത്രി ഒരു 12 മണിയൊക്കെ ആവും എണീറ്റ്. പിന്നെയാണ് ഉള്ള മേലെഴുകലൊക്കെ ആ ക്ഷീണമൊക്കെ മാറ്റിയിട്ടോ. ഫോൺ ചാർജ് കുത്തി വെച്ചിട്ട് ഒറ്റ കിടത്താണ്. അപ്പോൾ ഓള് കിടന്നുറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മോളുൻ്റെ ഹസ്ബൻഡ് വന്നു. ഇപ്രാവശ്യം വന്നപ്പം ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് വരുന്നത്. വേണ്ടത് എന്താ വെച്ചാൽ സാൻഡ്വിച്ചാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ബണ്ണില്ലേ, എന്താ പറയുക, ഉള്ളിൽ ബട്ടർ തേച്ചിട്ടുള്ള ബട്ടർ ബണ്ണുണ്ട്, ഉണ്ണിയപ്പം, പിന്നെ ഇപ്പം എന്തൊക്കെയാണ് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളാണ്, ലേസ് ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ ബട്ടർ ബണ്ണും കാര്യങ്ങളൊക്കെ. അത് ഉണ്ണിയപ്പാണ് കേട്ടോ. ബട്ടർ ബണ്ണ് ഇതായി കവറിൽ ഇതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യും, ഡയറ്റ് ആയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡയറ്റ് തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കിട്ടുക കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബട്ടർ ബണ്ണ്. സാൻഡ്വിച്ചിനേക്കാളും ഇഷ്ടമാണ് ഇതിട്ട്. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ തന്നെ ഇതും ഒന്നെടുത്ത് ഓള് വേഗം പൊളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൾക്ക് കഴിക്കാൻ ഭയങ്കര വെമ്പൽ. ഓൾ അത് എടുക്കാനും കഴിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നിപ്പം കുറേ ദിവസം നിന്നിട്ട് മോള് പോവുകയാണ് കേട്ടോ. ഇത്രയും ദിവസം നിന്ന് പോകുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഇടങ്ങേറാണ്. പിന്നെ ഐറൂസും നമ്മളായിട്ട് ഭയങ്കരമായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറാട്ടോ. എന്തുകൊണ്ട് ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ എണീറ്റപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ്ങും കാര്യങ്ങളും പിന്നെ വീഡിയോ കോളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ വിളിച്ചിങ്ങനെ എല്ലാ
കാര്യങ്ങളും അറിയാനും കാണാനൊക്കെ പറ്റുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ തന്നെയല്ലേ റേസിൽ തന്നെ ഓൻ ജോലി ഇവിടെ തന്നെ ആയതുകൊണ്ട് എടുക്കുക അരി കൊടുക്ക് വരുമ്പം മോളിനെ കൊണ്ടുവരാതിരിക്കില്ല. അതാ പിന്നുള്ളൊരു സമാധാനം. ഞാൻ അങ്ങനെ ഇടങ്ങറായി നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, എൻ്റെ കെട്ടിയനും പറഞ്ഞത് അത് തന്നെയാണ് കേട്ടോ. ഓല് നാളെ മറ്റന്നാളും വരും മോള് ഇതെന്തിനാണ് ഈ ഇടങ്ങറായിരിക്കണമെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. എന്തായാലും അവിടെ ഐറൂസ് കണ്ടത് ഭയങ്കര കളിയിലാണ്. എന്തൊക്കെയോ ചോക്ലേറ്റ് മുട്ടായൊക്കെ കഴിച്ച് അങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ടോ. എൻ്റെ അപ്പച്ചീനെ കണ്ട് സന്തോഷവും ഒക്കെ ഉണ്ടോ. എൻ്റെ അപ്പച്ചി വരുമ്പോൾ ഒരു വേറൊരു സ്വഭാവമാണ് കേട്ടോ. ഭയങ്കര പിച്ചി വെച്ചിട്ട് ഓടി ചെല്ലും കെട്ടിപ്പിടിക്കലും ഉമ്മടുക്കലൊക്കെയാണ്. കാരണം ഇവിടെ അരീക്കോട് തന്നെ ഈ ബിസിനസ്സും കാര്യമൊക്കെ വേണ്ടത്. ഇപ്പോൾ അരീക്കോടുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അരീക്കോടുക്ക് വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഐറൂനെ കാണാനും മുട്ടായും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഇതും ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഇതുമൂനി കൊണ്ടുപോയി ഓരോന്ന് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അതാ ഇന്ന് കൊണ്ടുവന്ന ഈ ഒരു ബട്ടർ ബണ്ണെന്ന് ഞാനൊരു പകുതി ഇല്ലതാ ഈ ഒരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. വലിയ പീസല്ല, ചെറിയ പീസ്. പിന്നെ അതിൽ നിന്ന് വലിയ പീസുമെന്ന് ഒരു കഷ്ണം എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുന്നുണ്ട്. മൂപ്പര് ഈ രാത്രി ആയാൽ പിന്നെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്, നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കൂല. പക്ഷേ ഇന്ന് ഞാൻ അതൊന്ന് കഴിച്ചു നോക്കിയത് ടേസ്റ്റുള്ള സാധനം ഇല്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുത്തതാണ് കേട്ടോ. ബാക്കി പിന്നെ ഇതുമൂന്നും കൊടുത്തു. ഒരു പീസ് ഞാനും കഴിച്ചു. ഭയങ്കര ടേസ്റ്റ്. തൊള്ളിയിൽ എന്താ പറയുക, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. ഭയങ്കര ഡയറ്റ് അതുകൊണ്ട് എനിക്ക് ഒന്നും ഫുള്ളും കഴിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ രാത്രി ഞാൻ അങ്ങനെ കഴിക്കലില്ല. നമ്മളൊരു 5 മണി 6 മണിയാകുമ്പോൾ നിർത്താറുണ്ട്. പിന്നെ ഇങ്ങനെ അത് കണ്ടപ്പോൾ ചെറിയൊരു പീസ് കഴിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് മൊത്തത്തിൽ പുറത്തുള്ള ഫുഡാണ്. നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഫുഡാണ്. അപ്പം പക്ഷേ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒരു ചായ, പിന്നെ ഒരു ഞാൻ പറയില്ല ഇലയുടെ അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് എന്തോ അകത്തേക്കാണ്ട് കയറുമ്പോഴാണ് ഭയങ്കര മിസ്സിങ് ആണ്. ഐറൂസാണ് എല്ലായിടത്തും ഉണ്ടാവുക. സ്റ്റെപ്പ് കയറിനോടും അങ്ങോട്ട് വായണം ഇങ്ങനെ വായണം. ആ റൂമൊക്കെ കണ്ട് നോക്കുമ്പോൾ കണ്ട് അവിടെ ഒഴിഞ്ഞ് കിടക്കണ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയില്ല. നീനുട്ടി ഇത് അവിടെ കിടക്കണുള്ളൂ, ഒന്നും അറിഞ്ഞിട്ടില്ല. മോള് ഐറൂസ് പോയതൊന്നും അറിഞ്ഞിട്ടില്ല. അവള് നല്ല ഉറക്കം ക്ഷീണമായിട്ട് കിടക്കാണ്. പിന്നെ എന്തായാലും ഞാൻ ഇത്ര വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ നാളെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. ബൈ.